ലാൽ സലാം വീണ്ടും രാവണപ്രഭു തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. 4K റീമാസ്റ്റർ ചെയ്ത സിനിമ എത്തുമ്പോൾ ഏറെയും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഒരു ഒന്നൊന്നര കൊലകൊല്ലി ഐറ്റമായിരുന്നു ഈ ഒരു സംഭവം. നമുക്ക് ദേവാസുരം എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായി വന്ന സിനിമ ഒരു തട്ടുപൊളിപ്പൻ സിനിമയായി വന്നു. IV ശശി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ദേവാസുരം. 1993 വന്ന ആ ഒരു സിനിമ പിന്നീട് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ച് മാറ്റി ഉലയ്ക്കുന്ന ഒരു ചിത്രമായി മാറി. എക്കാലത്തും മലയാള സിനിമയ്ക്ക് നവോത്ഥാന നായകൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഡയറക്ടർ തന്നെയാണ് IV ശശി. രഞ്ജിത്തായിരുന്നു അന്ന് ഈ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത്. പിന്നീട് 2001 രഞ്ജിത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായി മാറുകയായിരുന്നു രാവണപ്രഭു. രാവണപ്രഭു ഒരു വമ്പൻ വിജയ ചിത്രമായിരുന്നു. അക്കാലത്ത് നമുക്ക് കണ്ടാൽ കൊതി തീരാത്ത തരത്തിലുള്ള ഒരു സിനിമ. വീണ്ടും ഇന്ന് അഭ്രപാളികളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് രാവണപ്രഭു എന്ന ചിത്രത്തിന് വേണ്ടി. കാരണം അത്രത്തോളം ഹെവി മാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമ്മാതിരി കൊലകൊല്ലി സംഭവമായിരുന്നു ഈ ഒരു സിനിമ. ആക്ഷൻ പാക്ഡ് മൂവി എന്ന് തന്നെ പറയാം. ഇന്നും മലയാളത്തിൽ ഇമാതിരിയൊക്കെ ഉള്ള സിനിമകൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു നിരാശ മാത്രം. ഈ ഒരു സിനിമയൊക്കെ വരുമ്പോൾ ഇന്ന് എത്ര വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എത്രത്തോളം കയറിൽ കെട്ടിമറിഞ്ഞാലും ഈ സിനിമയൊക്കെ ചെയ്തു വെച്ചേക്കുന്ന ആക്ഷൻ ക്വാളിറ്റിയും ആക്ഷൻ രംഗങ്ങളും പഞ്ചും അമാതിരിയുള്ള ഒരു ഫീലും ഒന്നും വേറെ ഒരു സിനിമയ്ക്കും ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒക്ടോബർ 10 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മോഹൻലാലിൻ്റെ പുതിയ ചിത്രങ്ങൾ എല്ലാം തന്നെ വിജയിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു റീ റിലീസ് കൂടെ വരികയാണ്. റീ റിലീസ് ചിത്രങ്ങളുടെ കാര്യത്തിൽ റെക്കോർഡ് തീർത്തതായിരുന്നു മോഹൻലാൽ സിനിമകൾ പലതും എന്ന് നമുക്കറിയാം. വീണ്ടും ഒരു റീ റിലീസ് എത്തുമ്പോൾ നമ്മൾ ഏവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു റീ റിലീസ് ചിത്രത്തിന് വേണ്ടി രാവണപ്രഭുവിന് വേണ്ടി കാത്തിരിക്കുന്നത്? 4Kയിൽ വരുമ്പോൾ മികച്ച ക്വാളിറ്റിയോടെ, മികച്ച സൗണ്ട് ക്വാളിറ്റിയോടെ, വിഷ്വൽ ക്വാളിറ്റിയോടെ ഈ ഒരു സിനിമ ഒരിക്കൽ കൂടെ കാണുകയാണ്. ഒരുപക്ഷെ ഒരുപാട് പേർ ഇത് TV-യിലൊക്കെ കണ്ടതായിരിക്കാം. തിയേറ്ററിൽ പോയി കാണാൻ ഒരിക്കൽ കൂടി അവസരം വരികയാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ കമൻസിലൂടെ പറയാം. എന്തായാലും ആരൊക്കെയാണ് രാവണപ്രഭുവിനെ കാത്തു നിൽക്കുന്നത് ഒന്ന് കമൻസിലൂടെ അപ്ഡേറ്റ് ചെയ്യുക.